ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം ഒരു കാലത്തൊരു തമാശ ആയിട്ട് നമ്മൾ ബംഗ്ലാദേശിനെ കണക്കാക്കുമായിരുന്നെങ്കിൽ ഇടക്കാലത്ത് അവർ നല്ലൊരു ടീമായിട്ട് മാറി. നല്ല ഒരു 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 ശക്തിയുള്ള ഒരു ടീമായിട്ട് തന്നെ മാറി. അതിൽ കുറേ ബാറ്റ്സ്മാന്മാരും നല്ല കുറേ ബൗളേഴ്സും ഉണ്ട്. അതിൽ മുസ്തഫിസുർ റഹ്മാൻ എന്ന് പറയുന്ന അവരുടെ ബൗളർ നല്ലൊരു ബൗളറാണ്. നല്ലൊരു ഒരു 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 ഫാസ്റ്റ് ബൗളറാണ്. അത് അയാൾ നമ്മുടെ ഈ IPL മിക്കവാറും ടൂർണമെൻറ്റുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. അവസാനം അത് ഈ കൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ അതിൽ ലേലം വിളിച്ച് അവരെടുത്തതാണ് മുസ്തഫിസുർ റഹ്മാനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കാണ് ഈ ബംഗ്ലാദേശിലെ പ്രശ്നം കൊടുമ്പിരിക്കൊണ്ടത്. ബംഗ്ലാദേശിലെ പ്രശ്നം, ബംഗ്ലാദേശിൽ ഒരുപാട് ഹിന്ദുക്കളെ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തു. അത് സത്യമാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളുടെയൊക്കെ മനസ്സിലത് വല്ലാത്ത ഒരു ആഘാതമായിട്ട് മാറിയിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം ഇന്ത്യ മൂലം നിലവിൽ വന്ന ഒരു രാജ്യം ഇന്ത്യയിലെ ജനങ്ങളെ എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുക്കളെ അവരെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുന്ന ഒരു നിലപാടാണ് അവിടുത്തെ ഇന്ന് ഉള്ള പ്രക്ഷോഭകാരികളും അവിടുത്തെ ഇൻ്ററിം ഗവൺമെൻറ്, ഒരു പാവ ഗവൺമെൻറ്റാണത്, ഒരു സംശയം വേണ്ട, അവരും കൂടെ കാട്ടിക്കൂട്ടുന്ന ഈ വൃത്തികേടുകൾ അതാണ്. അതിനകത്ത് ഈ ഇന്ത്യ നേരത്തെ ഹസീനയ്ക്ക് ഇന്ത്യ ഇവിടെ ഈ അസൈലം കൊടുക്കുന്നല്ലോ, അതുമായിട്ട് അവരെ വിട്ടുകൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നം നടത്തും. ഷേഖ് ഹസീന കൊടുത്തില്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ മൂക്കടിച്ചളയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ത്യ മൈൻഡ് ചെയ്തില്ല. കാരണം പൊളിറ്റിക്കൽ അസൈലമാണ്, അതിന് അവർ എൻഡേറ്റഡിലാണ്. അത് ഇവനൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ബംഗ്ലാദേശിലെ കലാപകാരികളോ അവിടുത്തെ ഈ പാവ ഗവൺമെൻറ്റോ ഒന്നും പറയുന്നത് കേട്ടുകൊണ്ടൊന്നും ഇന്ത്യ ചെയ്യേണ്ട കാര്യമില്ല. നല്ലൊരു കറക്റ്റ് സ്റ്റെപ്പാണ് ഇന്ത്യ എടുത്തത്. അതിന് തെറ്റ് പറയാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് വൈരാഗ്യം വന്നു കഴിഞ്ഞപ്പോൾ എന്തെന്നറിയോ, ഇത് വലിയ പ്രശ്നമായപ്പോൾ ഏതോ കുറച്ച് സംഘടനകൾ, ഹൈന്ദവ സംഘടനകളൊക്കെയാണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ, അവർ പറഞ്ഞു ഇയാളെ ഇന്ത്യ കളിപ്പിക്കാൻ ഒക്കത്തില്ലെന്ന്. അതായത് ഈ എടുക്കരുത്. ഷാരൂഖ് ഖാൻ ആണ് യഥാർത്ഥത്തിൽ, ഷാരൂഖ് ഖാൻ്റെ പേര് ഷാരൂഖ് ഖാൻ എന്നല്ലേ, എത്രയൊക്കെ വലിയ നടനായാലും ഒക്കെ ആ ജാതി നോക്കുമ്പോൾ മുസ്ലിം അല്ലേ അയാൾ എടുക്കാൻ പാടില്ല. ഇയാളെ മുസ്തഫിസുർ റഹ്മാനെ എടുക്കാൻ പാടില്ല, അയാളെ കളിപ്പിക്കരുതായി. അവസാനം അവർ നോക്കുമ്പോൾ അവർക്കിടെ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മണി സ്റ്റേക്കാണ് ഈ IPL-നകത്ത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇത്രയും കാശ് മുടക്കി ഓരോ ടീമിനെ ഇത്രയും പണം മുടക്കി ആ ടീമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പണം ഉണ്ടാക്കാനാണ്, അല്ലാതെ നമ്മളെ സൂചിപ്പിക്കാനും നല്ലതാക്കാനൊന്നും അല്ല. പിന്നെ അതിനകത്ത് നല്ല രീതിയിലുള്ള ഒരു പണം സ്പോർട്സിലൂടെ, ഗെയിംസിലൂടെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ആ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ അതിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു ഇയാളെ ഇനി കളിപ്പിക്കേണ്ടതില്ല, അയാളെ അങ്ങനെ ഒഴിവാക്കി. അയാളെ ഒഴിവാക്കിയ ഒരൊറ്റ കാരണം കൊണ്ടാണ് ബംഗ്ലാദേശ് പറഞ്ഞു ഇന്ത്യയിൽ ഞങ്ങൾ ഇപ്പോൾ IPL ഇത് വരികയാണ്. ഇന്ത്യയിലെ 2020 മത്സരങ്ങൾ, വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി, ഇന്ത്യയിലും ശ്രീലങ്കയുമായിട്ടാണ് നടക്കുന്നത്. അവിടെ ബംഗ്ലാദേശിന് ഇന്ത്യയിൽ 6 കളികളുണ്ട്. അതിൽ 4 എണ്ണം കൊൽക്കത്തയിലാണ്, 2 എണ്ണം മാത്രം ബോംബെയിലോ അവിടെ ഇവിടെയാണ്. അപ്പോൾ ഇതിൽ കളിക്കാൻ അവർ ഇന്ത്യയിൽ കളിക്കാൻ പറ്റത്തില്ല. അവർക്ക് സുരക്ഷ വലിയ പ്രശ്നമാണ്. എന്തോ സുരക്ഷയുള്ള ഇന്ത്യയിൽ ബംഗ്ലാദേശുകാർ വന്ന് പാകിസ്ഥാൻ ഇന്ത്യ കളിച്ചിട്ടുണ്ട്. അതിനും വലുതൊന്നും അല്ലല്ലോ ബംഗ്ലാദേശ്. ആ വൈരാഗ്യമൊന്നും അല്ലല്ലോ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ളത്. ആ പാകിസ്ഥാൻ ടീം കളിച്ച രാജ്യം അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയോ? ഇന്ത്യയിലെ സ്പോർട്സ് പ്രേമികൾ ഈ കളിക്കാൻ വരുന്ന ഗെയിംസ് കളിക്കാൻ വരുന്ന അവരെയൊന്നും ആരും ഉപദ്രവിക്കത്തൊന്നുമില്ല, അവരൊന്നും പറയത്തു പോലുമില്ല. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ കളിക്കത്തില്ല, അവരുടെ മത്സരങ്ങൾ ഈ ശ്രീലങ്കയിലേക്ക് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞു. മനസ്സിലാന്ന് ICC പറഞ്ഞു. കാരണം ഇപ്പോൾ BCCI എന്ന് പറയുന്ന ICCയുടെ ഏറ്റവും വലിയ പാർട്ണറാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലാണ് ഈ പണമുള്ളത് മുഴുവൻ. ബാക്കിയുള്ളിടത്തുള്ളതുപോലെ അല്ല BCCIക്കുള്ള വരുമാനമൊന്നും ICCIക്ക് കൊടുക്കുന്ന ആ പണമൊന്നും വേറെ ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം അത്രത്തോളം സ്പോർട്സ് പ്രേമികളുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. എല്ലായിടത്തും, പ്രത്യേകിച്ച് ക്രിക്കറ്റിനോട്. ഒരു കാലത്ത് ഹോക്കി ആയിരുന്നെങ്കിൽ ഇന്ന് ക്രിക്കറ്റാണ് എല്ലാവരുടെയും ഒരു വളരെ അധികം അത്രത്തോളം ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ICC പറഞ്ഞു അങ്ങനെ മാറ്റാൻ ഒക്കത്തില്ല.
എന്നിട്ട് അവർക്ക് അവസാനം പല പ്രാവശ്യം മാറ്റി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ചിന്തിക്ക്, ആലോചിക്ക്, എന്നിട്ട് പറ. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇപ്പോൾ ICC എന്നൊക്കെ ഇവർക്ക് കിട്ടേണ്ട വരുമാനം ബംഗ്ലാദേശിനൊക്കെ കിട്ടേണ്ടത് കോടികളാണ്, ഡോളേഴ്സ്, ആയിരക്കണക്കിന് കോടി ഡോളേഴ്സാണ് കിട്ടേണ്ടതുള്ളത്. ആ ഡോളർ മുഴുവൻ കളഞ്ഞ് കുളിച്ചിട്ട് അവസാനം തീരുമാനിച്ചു, ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല, വേണ്ട, ഒരു കുഴപ്പമില്ല, ഇവരെ ഒരു ലോകകപ്പിൽ നിന്ന് ഒഴിവാക്കി. പകരം മറ്റേ മറ്റ് മത്സരങ്ങൾ ജയിച്ചു വന്ന ടീമുണ്ടല്ലോ, അതിനകത്ത് സ്കോട്ട്ലൻഡിനാണ് പോയിന്റ് കൂടുതലുള്ളത്. നല്ല ടീമാണ്, ഈ ബംഗ്ലാദേശിനെ പോലെ തന്നെ നല്ല ടീമാണ് സ്കോട്ട്ലൻഡും. അവർക്ക് നറുക്ക് വീണു, അവർക്ക് കിട്ടി ലോകകപ്പിലേക്ക് കളിക്കാൻ. ഈ ബംഗ്ലാദേശിൻ്റെ കളികളെല്ലാം നേരെ ബംഗ്ലാദേശിനെ അവരുടെയൊക്കെ പകരമായിട്ട് അങ്ങ് സ്കോട്ട്ലൻഡിനെ ഇവർക്ക് ബംഗ്ലാദേശിന് പകരമായിട്ട് പ്ലേസ് ചെയ്തപ്പോൾ ബംഗ്ലാദേശ് സ്കോട്ട്ലൻഡ് ഇനി ഇന്ത്യയിൽ 6 കളി കളിക്കണം, അവർക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല ടീമാണ് സ്കോട്ട്ലൻഡ്, അവർ നന്നായിട്ട് കളിച്ച് പഠിച്ചു വരുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരായി. ബംഗ്ലാദേശ് എവിടെ പോയി നിൽക്കുന്നു? ബംഗ്ലാദേശിനുണ്ടായ മോണിറ്ററി ലോസ് ഉണ്ടല്ലോ, സാമ്പത്തിക നഷ്ടം, എന്തുമാത്രം ഭയാനകമാണ്. ഇനി അതുമല്ല, ഞാൻ ചോദിക്കട്ടെ, മുസ്തഫിസുർ റഹ്മാൻ അല്ലാതെ വേറെ ബാക്കി പ്ലെയേഴ്സ് എല്ലാം ആ ടീമിലുണ്ടല്ലോ, ബംഗ്ലാദേശ് ടീമിൽ. ഈ ഒരു പ്ലെയർക്ക് വേണ്ടി ഒരാളെ IPL കളിപ്പിക്കുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവർ ബാക്കിയുള്ള കളിക്കാരെ എല്ലാം വിലക്കേണ്ട കാര്യമുണ്ടോ? ബാക്കി ആ ടീമിലുള്ള കളിക്കാരൊക്കെ നല്ല പ്ലെയേഴ്സ് വേറെ ഒരുപാടുള്ളവരുണ്ട്, അവരെല്ലാം വിലക്കുന്നതിന് തുല്യമല്ലേ ഇത്? ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ബംഗ്ലാദേശ് അവരുടെ പ്ലെയേഴ്സിനെ തന്നെ യഥാർത്ഥത്തിൽ അവരുടെ ഭാവി തന്നെ നശിപ്പിച്ചേക്കാണ്. അതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അത് ഒരു കാരണവശാലും ഈ സ്പോർട്സ് രംഗത്തും ഗെയിംസ് രംഗത്തും ഒക്കെ ഇത്തരം പ്രവണതകൾ ഒരിക്കലും സ്വാധീനിക്കാവുന്നതല്ല. ഇന്ത്യ പാകിസ്ഥാൻ കളിക്കുന്നില്ല, പാകിസ്ഥാൻ ഇന്ത്യ കളിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വലിയ 2 ശത്രു രാജ്യങ്ങളാണ്, വലിയ യുദ്ധം തന്നെ നടന്നതാണ്. ഇപ്പോൾ അറിയാം, അത് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു കളിക്കാർ തമ്മിൽ കൈ കൊടുക്കുന്ന പോലുമില്ല, ആ രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാത്രമോ, സീനിയർ പ്ലെയേഴ്സ് തമ്മിൽ കൈ കൊടുക്കുന്നില്ല എന്നുള്ളത് പോലും മാത്രമല്ല, അണ്ടർ 19 ടീം വന്നപ്പോൾ ഉണ്ടല്ലോ, ടീംസ് വന്നപ്പോൾ അവർ പോലും ടോസിന് യഥാർത്ഥത്തിൽ ഇവർ കൈ കൊടുത്തില്ല. പാകിസ്ഥാൻ ടീമിന് കൈ കൊടുത്തില്ല, പാകിസ്ഥാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല, തീർന്നു. അവർ പൊരുതുന്നത് ശത്രുക്കളെ പോലാണ്. ഈ ഗ്രൗണ്ടിൽ പരസ്പരം ഒന്നുള്ള യാതൊരു ബന്ധവും അവർക്കില്ല, ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് ന്യായീകരിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം രണ്ടും പരസ്പരം ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് ഈ രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് ബംഗ്ലാദേശ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല. ബംഗ്ലാദേശിന് ഒന്നാമത് അതിനുള്ള കഴിവോ പവറോ ഒന്നുമില്ല, ആ രീതിയിലാണ്. എന്നിട്ടാണ് ഇവിടെ വന്ന് കിടന്ന് ഇതുപോലെ ഇവിടെ കളിപ്പിക്കത്തില്ല, അവിടെ കളിപ്പിക്കുകയല്ല, അവിടെ പോകണ്ട, ഞങ്ങൾക്ക് സുരക്ഷ. എന്തോ സുരക്ഷ അവന്മാർക്ക് വേണ്ടത്? ഒന്നുമില്ല. അവിടുത്തെ ജനങ്ങൾക്ക് ആദ്യം സുരക്ഷ കൊടുക്കാൻ പഠിക്കട്ടെ, അവിടുത്തെ ഹിന്ദുക്കൾ, നല്ലൊരു വിഭാഗമുണ്ട് അവിടെ ഹിന്ദുക്കൾ. ആ ഹിന്ദുക്കളെ അവർ ഇതേപോലെ ഉപദ്രവിക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്യുന്നത് ഒന്ന് നിർത്തട്ടെ, എന്നിട്ട് പറയട്ടെ. അതിന് പകരം അവർക്ക് സുരക്ഷയില്ലെന്ന് ഇവിടെ വന്നാൽ അവന്മാരെ ആരും ഒന്നും ചെയ്തില്ല. ഇവന്മാരെ ആർക്ക് വേണം? ആദ്യം ഇവനെയൊക്കെ ആർക്കാ വേണ്ടത്? ഇവരെ ഉപദ്രവിച്ച് എന്ത് ചെയ്യാനാണ് ഇവനെയൊക്കെ? ഇവിടെ ഒരു സുരക്ഷയില്ല. സുരക്ഷയൊക്കെ നന്നായിട്ട് നമ്മുടെ സർക്കാർ കൊടുക്കും, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അവരിപ്പോൾ യഥാർത്ഥത്തിൽ അവർ ചെയ്തേക്കുന്ന നടപടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തലയുറിഞ്ഞതിന് തുല്യമാണ്. അതിന് ഇനി ഒരുപാട് കാര്യങ്ങളിലേക്ക് ICCക്ക് ഇവർക്ക് എതിർപ്പ് വരും. അപ്പോൾ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി പോലും ബംഗ്ലാദേശിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അത് അവിടുത്തെ സ്പോർട്സ് പ്രേമികൾക്കും വളരെ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. അവിടുത്തെ മറ്റ് പ്ലെയേഴ്സിനും എല്ലാം വലിയ നഷ്ടമാണ്.